ഹായ്, ഗുഡ് മോർണിംഗ്. അസ്ത്രയുടെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഡെമോഗ്രാഫിക് ട്രെൻഡ്സ് ഇൻ ഇന്ത്യ, അതായത് ഇന്ത്യയിലെ ജനസംഖ്യാ പ്രവണതകൾ എന്ന് പറഞ്ഞ പാഠത്തിൻ്റെ നമ്മൾ കഴിഞ്ഞ ഭാഗം, അതായത് ഫസ്റ്റ് പാർട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ്. അപ്പോൾ എല്ലാവരും ആദ്യത്തെ ഭാഗം കണ്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, കാണുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ് എടുത്തതിൻ്റെ ബാക്കി ഭാഗമാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. ഓക്കെ, റെഡിയല്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് ഡിസ്കസ് ചെയ്തത് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫിയാണ് അല്ലേ. ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഡെമോഗ്രഫി, അതിൽ ഒന്നാമത്തെ എന്താണ്? മൈഗ്രേഷനാണ്. മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, കുടിയേറ്റം. അപ്പോൾ എന്താണ് കുടിയേറ്റം എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഭാഗം തുടങ്ങാം. ഓക്കെ, മൈഗ്രേഷൻ ഈസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായിട്ടോ അല്ലെങ്കിൽ താൽക്കാലികമായിട്ടോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാം? കുടിയേറ്റം എന്ന് പറയാം, അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയാം. ഓക്കെ, യെസ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ഫസ്റ്റ് തന്നെ വൈലോപ്പിള്ളി ശ്രീധര മേനോൻ്റെ ഒരു കവിത നമുക്കവിടെ കാണാൻ പറ്റും, ഒരു പോയം നമുക്ക് കാണാൻ പറ്റും. ശ്രദ്ധിച്ചോ. ജനിച്ച നാടുവിട്ടകലെ ആസാമിൽ പണിക്കു പോകുന്ന പരീക്ഷകൾ നമ്മൾ കുതിച്ചു തീവണ്ടി കിതച്ചു പായുന്നു തിരയടിക്കും താഴ്വാരവും പാടവും. ഓക്കെ, ഇതാണ് ആ കവിതയിലെ വരികൾ. In his poem, Vairapalli refers to the people from Kerala who went to Assam in search of work during the Second World War. അതായത് കേരളത്തിൽ നിന്നും ആസാമിലേക്ക് തൊഴിലന്വേഷിച്ചിട്ട് എപ്പോഴാണ്? രണ്ടാം ലോക യുദ്ധ കാലഘട്ടത്തിൽ ആൾക്കാർ പോയതിനെ കുറിച്ചാണ് ഈ വരികളിൽ വൈലോപ്പിള്ളി ശ്രീധരമേനോൻ വിവരിക്കുന്നത്. ഓക്കെ, യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് people of Kerala went to Assam in search of employment during 1941. 1941 കാലഘട്ടത്തിൽ കേരളത്തിലെ ജനങ്ങൾ എങ്ങോട്ട് തൊഴിൽ തേടി പോയിട്ടുണ്ടായിരുന്നു? ആസാമിലേക്ക് തൊഴിൽ തേടി പോയിട്ടുണ്ടായിരുന്നു എന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ കറൻ്റ്ലി പീപ്പിൾ ആർ കമ്മിങ് ടു കേരള ഫ്രം ആസാം ആൻഡ് അതർ സ്റ്റേറ്റ്സ്. പക്ഷേ നിലവിൽ എന്താണ്? ആസാമിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ എങ്ങോട്ടാണ് വരുന്നത്? കേരളത്തിലേക്കാണ് വരുന്നത്. ഇത് നമ്മളൊരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടാണ് കേട്ടോ അവിടെ കാണുന്നത്. നോക്കിയേ, കേരള കോൾസ് ഫോറിൻ വർക്കേഴ്സ് ഗസ്റ്റ് വർക്കേഴ്സ് ആൻഡ് ദ വേൾഡ് അപ്ലോഡ്സ്. ഇൻ കേരള എ ന്യൂ വേർഡ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു മൈഗ്രന്റ് വർക്കേഴ്സ് ആസ് ഗസ്റ്റ് വർക്കേഴ്സ്. അപ്പോൾ നമ്മൾ ഈ ഗസ്റ്റ് വർക്കർ എന്നുള്ള വേർഡ് നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതിഥി തൊഴിലാളികൾ എന്ന് പറയും. ഓക്കെ, അപ്പം കേരളം മറുനാട്ടിൽ നിന്ന് വരുന്ന തൊഴിലാളികളെ എന്താ വിളിച്ചത്? അതിഥി തൊഴിലാളികൾ എന്ന് വിളിച്ചു. അതിനെ ലോകം കൈയടിച്ചു എന്നാണ് ന്യൂസ് പേപ്പറിൽ ആദ്യം പറയുന്നത്. ഇൻ കേരള എ ന്യൂ വേർഡ് ഈസ് യൂസ്ഡ് ടു റെഫർ ടു മൈഗ്രന്റ് വർക്കേഴ്സ് ആസ് ഗസ്റ്റ് വർക്കേഴ്സ്. അത് കേരളത്തിൽ ഒരു പുതിയ വാക്ക് ഉപയോഗിച്ചാണ് ഈ കുടിയേറ്റ തൊഴിലാളികളെ വിളിക്കുന്നത് അല്ലെങ്കിൽ പറയുന്നത് അതിഥി തൊഴിലാളികൾ എന്നാണെന്ന് പറഞ്ഞു. ഓക്കെ, യു ഹാവ് നോട്ടീസ്ഡ് ദ ഗിവൺ ന്യൂസ് റിപ്പോർട്ട്. ഹാവ് യു എവർ ഹിയർഡ് ദ ടേം ഗസ്റ്റ് വർക്കേഴ്സ്? നിങ്ങൾ ഈ ഗസ്റ്റ് വർക്കേഴ്സ് എന്നുള്ള വേർഡ് കേട്ടിട്ടില്ലേ, ഈ ടേം കേട്ടിട്ടില്ലേ എന്ന് ചോദിക്കുകയാണ് അല്ലേ. അതിഥി തൊഴിലാളികൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് അല്ലേ. യെസ്, നോക്കുക. ഗസ്റ്റ് വർക്കേഴ്സ് ഹാവ് ബിക്കം എ പാർട്ട് ഓഫ് ദ കേരള സൊസൈറ്റി ടുഡേ. ടുഡേ ദർ ആർ ഗസ്റ്റ് വർക്കേഴ്സ് ഇൻ എവറി സെക്ടർ റെസ്പെക്റ്റീവ് ഓഫ് അർബൻ ഓർ റൂറൽ ഏരിയ. അതായത് അതിഥി തൊഴിലാളികൾ അല്ലെങ്കിൽ ഗസ്റ്റ് വർക്കേഴ്സ് ഇന്ന് കേരള സമൂഹത്തിൻ്റെ ഭാഗമായിട്ടുള്ള എല്ലാ ഭാഗത്തും ഉണ്ട്. കേരള സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ മാറിയിട്ടുണ്ട്. നഗരമെന്നോ ഗ്രാമമെന്നോ അങ്ങനത്തെ വ്യത്യാസങ്ങളൊന്നുമില്ല. എല്ലാ മേഖലയിലും എന്തുണ്ട്? ഇപ്പോൾ നമുക്ക് അതിഥി തൊഴിലാളികളെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, വാട്ട് മൈറ്റ് ബി ദ റീസൺ ഫോർ ദെയർ മൈഗ്രേഷൻ ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെൻറ്റ്? അപ്പോൾ ഒരു ദേശത്തു നിന്ന് മറ്റൊരു ദേശത്തേക്ക് തൊഴിൽ തേടി അവർ വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം വേണ്ടേ? ആ കാരണം എന്തെല്ലാമായിരിക്കും? അപ്പം ഒന്ന് നമ്മളിവിടെ പറയുന്നത് ബെറ്റർ ഇൻകം ആണ്. മറ്റുള്ള സ്ഥലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ബെറ്റർ ഇൻകം കിട്ടുന്ന സ്ഥലമായിരിക്കും അല്ലേ. ഓക്കെ, ദെൻ ഹൈ സോഷ്യൽ സ്റ്റാറ്റസ്, ഉയർന്ന സാമൂഹിക പദവി. ഇതൊക്കെ കിട്ടുമ്പോൾ എന്താണ്? സ്വാഭാവികമായിട്ടും ആൾക്കാർ മറ്റൊരു സ്ഥലത്ത് നിന്ന് ഏറ്റവും മെച്ചപ്പെട്ട സൗകര്യങ്ങളൊക്കെ കിട്ടുന്നിടത്തേക്ക് തേടി വരും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു എന്താണ് മൈഗ്രേഷൻ. നമ്മൾ ക്ലാസ് തുടങ്ങുമ്പോൾ തന്നെ പറഞ്ഞു അല്ലേ. മൈഗ്രേഷൻ ഈസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി സെറ്റിൽമെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ. ഒരു പ്രദേശത്ത് നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക? കുടിയേറ്റം അല്ലെങ്കിൽ മൈഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ദർ ആർ മെയിൻലി 2 types ഓഫ് മൈഗ്രേഷൻസ്. എന്താണ്? പ്രധാനമായും 2 തരത്തിലുള്ള കുടിയേറ്റങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഇൻറ്റേർണൽ മൈഗ്രേഷനും ഇൻ്റർനാഷണൽ മൈഗ്രേഷനും. ഇൻറ്റേർണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ ആഭ്യന്തര കുടിയേറ്റം എന്നും ഇൻ്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യാന്തര കുടിയേറ്റം എന്നും. ഓക്കെ, അപ്പോൾ എന്താണ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ? മൈഗ്രേഷൻ വിതിൻ എ കൺട്രീസ് ബോർഡർ ഇസ് കോൾഡ് ഇൻറ്റേർണൽ മൈഗ്രേഷൻ. ഓക്കെ, ആ രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലുള്ള കുടിയേറ്റങ്ങളെ നമ്മൾ എന്ത് പറയും? ആഭ്യന്തര കുടിയേറ്റം അഥവാ
ഇന്റേണൽ മൈഗ്രേഷൻ എന്ന് പറയും. ഓക്കെ, പീപ്പിൾ ഓഫ് കേരള ഗോയിങ് ടു അതർ സ്റ്റേറ്റ്സ് ഇൻ സെർച്ച് ഓഫ് എംപ്ലോയ്മെന്റ് ആൻഡ് പീപ്പിൾ ഫ്രം അതർ സ്റ്റേറ്റ്സ് കമ്മിങ് ടു കേരള ആർ എക്സാമ്പിൾ ഓഫ് ഇന്റേണൽ മൈഗ്രേഷൻ. അതായത് കേരളത്തിലെ ജനങ്ങൾ തൊഴിലന്വേഷിച്ചിട്ട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ജനങ്ങൾ കേരളത്തിലേക്ക് വരുന്നതും എന്തിനു ഉദാഹരണമാണ്? തൊഴിലന്വേഷിച്ചിട്ട് വരുന്നതും എന്തിനു ഉദാഹരണമാണ്? ആഭ്യന്തര കുടിയേറ്റത്തിന് ഉദാഹരണമാണ്. ഇന്റേണൽ മൈഗ്രേഷൻ ഉദാഹരണമാണ്. നെക്സ്റ്റ്, ഇന്റർനാഷണൽ മൈഗ്രേഷൻ. മൈഗ്രേഷൻ അക്രോസ് കൺട്രി ബോർഡേഴ്സ് ഈസ് ജനറലി കോൾഡ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ. അതായത് രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് പുറത്തേക്ക് പോകുക, അല്ലെ, രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഉള്ള കുടിയേറ്റത്തെ നമ്മൾ എന്ത് പറയും? രാജ്യാന്തര കുടിയേറ്റം അഥവാ ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് പറയും. ആൻ എക്സാമ്പിൾ ഓഫ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ ഇസ് ദ മൂവ്മെന്റ് ഓഫ് പീപ്പിൾ ഫ്രം ഇന്ത്യ ടു ഗൾഫ് കൺട്രീസ് ആൻഡ് യൂറോപ്യൻ കൺട്രീസ്. അല്ലെ, ഇന്ത്യയിൽ നിന്ന് ഗൾഫ് രാജ്യങ്ങളിലേക്കും അതുപോലെ തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും ജനങ്ങൾ പോകുന്നതിന് നമ്മൾ എന്ത് പറയും? അതൊരു എക്സാമ്പിളായിട്ട് പറയാം. അത് രാജ്യാന്തര കുടിയേറ്റത്തിന് അല്ലെങ്കിൽ ഇന്റർനാഷണൽ മൈഗ്രേഷന് എക്സാമ്പിളാണ്. മൈഗ്രേഷൻ ചേഞ്ചസ് ദ പോപ്പുലേഷൻ സ്ട്രക്ചർ ഓഫ് എൻ ഏരിയ. എന്താണ് അപ്പോൾ കുടിയേറ്റം ഒരു പ്രദേശത്തിൻ്റെ ജനസംഖ്യാ ഘടനയിൽ എന്തുണ്ടാക്കുന്നുണ്ട്? മാറ്റം ഉണ്ടാക്കുന്നുണ്ട്. നെക്സ്റ്റ്, ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. ജനന നിരക്കും മരണനിരക്കും. ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് ആർ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ഇൻ എസ്റ്റിമേറ്റിംഗ് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓഫ് എൻ ഏരിയ. അതായത് ജനന നിരക്കും മരണനിരക്കും പിന്നെ ഒരു പ്രദേശത്തെ ജനസംഖ്യ വളർച്ച കണക്കാക്കുന്നതിനുള്ള പ്രധാന ഘടകങ്ങളാണ്. ബർത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ലിവേഴ്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ. അതായത് ജനസംഖ്യയിലെ ഓരോ 1000-നും ജീവനോടെ ജനിക്കുന്നവരുടെ എണ്ണമാണ് ജനന നിരക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം. അതായത് ഒരു പ്രത്യേക സ്ഥലത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ 1000-ലും മരിക്കുന്നവരുടെ എണ്ണം. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഡെത്ത് റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഡെത്ത്സ് പെർ 1000 ഓഫ് ദ പോപ്പുലേഷൻ ഇൻ എ പെർട്ടിക്കുലർ ഏരിയ അറ്റ് എ സ്പെസിഫിക് ടൈം. അതായത് ഒരു പ്രദേശത്ത് നിശ്ചിത സമയത്തിൽ ജനസംഖ്യയിലെ ഓരോ 1000-ലും മരിക്കുന്നവരുടെ എണ്ണമാണെന്ത്? മരണനിരക്ക് അഥവാ ഡെത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ. പോപ്പുലേഷൻ ഗ്രോത്ത് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ്. അതായത് ജനന നിരക്കും മരണനിരക്കും തമ്മിലുള്ള വ്യത്യാസത്തിലാണ് ജനസംഖ്യ വളർച്ചയെ കണക്കാക്കുന്നത്. ഓക്കെ, ദെൻ പോപ്പുലേഷൻ ഗ്രോത്ത് സ്ലോസ് ഡൗൺ വെൻ ദ ബർത്ത് റേറ്റ് ഈസ് ലോ ആൻഡ് ദ ഡെത്ത് റേറ്റ് ഈസ് ഹൈ. അപ്പോൾ ജനസംഖ്യ എങ്ങനെ കുറയാന്ന് വിചാരിച്ചാൽ ജനനനിരക്ക് കുറയുകയും മരണനിരക്ക് കൂടുകയും ചെയ്യുകയാണെങ്കിൽ ആ അവസ്ഥയിൽ ജനസംഖ്യക്ക് എന്താ സംഭവിക്കുക? കുറവ് വരിക ചെയ്യുക. നേരെ തിരിച്ച് പോപ്പുലേഷൻ ഇൻക്രീസസ് വെൻ ദ ബർത്ത് റേറ്റ് എക്സീഡ്സ് ദ ഡെത്ത് റേറ്റ്. അതായത് മരണനിരക്കിനേക്കാളിൽ ജനനനിരക്ക് ഉയരുമ്പോൾ ജനസംഖ്യ എന്ത് സംഭവിക്കും? വർദ്ധിക്കുക ചെയ്യുക. ഓക്കെ, ക്ലിയർ ആയോ? നെക്സ്റ്റ്, ബർത്ത് ആൻഡ് ഡെത്ത് റേറ്റ് ഇൻ ഇന്ത്യ 1901 to 2001 എന്ന് പറഞ്ഞ ടേബിളും ഗ്രാഫും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അത് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നമുക്ക് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതുപോലെ നിങ്ങളോട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമ്മുടെ ടെക്സ്റ്റിലെ ക്വസ്റ്റ്യൻ്റെ ആൻസേഴ്സ് നമ്മൾ ചാപ്റ്റേഴ്സ് കഴിയുന്നു, അതായത് ചാപ്റ്റർ തീർന്നിട്ട് എല്ലാ ചാപ്റ്ററും തീർന്നപാട് നമ്മൾ നോട്ട്സ് തന്നിട്ടുണ്ട്, അതുപോലെ അതിൻ്റെ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കുമേ. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നോക്കാം. ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇസ് ദ നമ്പർ ഓഫ് ഇൻഫാൻസ് ഹു ഡൈ വിതിൻ 1 year ഔട്ട് ഓഫ് 1000 ലിവ് ബർത്ത് ഇൻ എ ഇയർ. അതായത് ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനങ്ങളിലെ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെ എന്ത് പറയും? ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി അല്ലെങ്കിൽ ശിശു മരണ നിരക്ക് എന്നാണ് പറയാം. ഓക്കെ, ഒന്നുകൂടി നോക്കുക. ഒരു വർഷത്തിൽ 1000 ജീവനോടെയുള്ള ജനനങ്ങളിൽ ഒരു വയസ്സിനുള്ളിൽ മരണപ്പെടുന്ന ശിശുക്കളുടെ എണ്ണത്തെയാണ് എന്ത് പറയുക? ശിശു മരണ നിരക്ക് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, മലയാളത്തിൽ നമ്മൾ മാതൃമരണ നിരക്ക് എന്ന് പറയും. നോക്കുക, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഈസ് ദ നമ്പർ ഓഫ് വുമൺ ഹു ഡൈ ഡ്യൂറിങ് ചൈൽഡ് ബർത്ത് പെർ 1000 ബർത്ത് ഇൻ എ ഇയർ. അതായത് ഒരു വർഷം നടക്കുന്ന 1000 പ്രസവങ്ങളിൽ മരിക്കുന്ന സ്ത്രീകളുടെ എണ്ണത്തെ എന്താണ് നമ്മൾ പറയുക? മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു കാര്യം കൂടി അവിടെ പറയുന്നുണ്ട്. കൺട്രീസ് ഹൈ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ആൻഡ് മാറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ആർ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ബാക്ക്വേർഡ്നെസ് ആൻഡ് പോവർട്ടി ഓഫ് ദാറ്റ് കൺട്രി. അതായത് ഇത്തരത്തിലുള്ള മെറ്റേണൽ മോർട്ടാലിറ്റിയും അതുപോലെ ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റും എന്താണ്? ഒരു രാജ്യത്തെ ഉയർന്ന ശിശുമരണ നിരക്കും അതുപോലെ തന്നെ മാതൃമരണ നിരക്കും എന്തിനാണ് കാണിക്കുന്നത് വിചാരിച്ചാൽ ആ രാജ്യത്തിൻ്റെ ദാരിദ്ര്യത്തെയും അതിൻ്റെ പിന്നോക്കാവസ്ഥയാണ് കാണിക്കുന്നതെന്നോട് പറയുന്നു. ഓക്കെ, ഡെൻസിറ്റി പോപ്പുലേഷൻ. Population density is the one that represents the major socio-economic factors of an area. അതായത് ഒരു ഏരിയയിലെ സോഷ്യോ എക്കണോമിക് സാമൂഹിക സാമ്പത്തിക ഘടകങ്ങളെ പ്രദാനം ചെയ്യുന്ന ഒന്നാണ് അവിടുത്തെ ജനസാന്ദ്രത എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നോക്കുക.
The population of an area is the total number of people residing in that area during a specific period of time. അതായത് ഒരു പ്രദേശത്ത് ഒരു നിശ്ചിത കാലയളവിൽ വസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണത്തെ നമ്മൾ എന്ത് പറയും? ജനസംഖ്യ എന്ന് പറയും. അതാ പറഞ്ഞത്, the population of an area is the total number of people residing in that area during a specific period of time. But the average population per square kilometer is called density of population. പക്ഷേങ്കിൽ ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ നമ്മൾ എന്ത് വിളിക്കും? ജനസാന്ദ്രത എന്ന് വിളിക്കും. ഒന്നുകൂടി നോക്കുക. ബട്ട് ദ ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഇസ് കോൾഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ. അതായത് ഒരു ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്ത് പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യ നമ്മൾ എന്ത് പറയും? ജനസാന്ദ്രത അഥവാ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്ന് പറയും. ഓക്കെ, മനസ്സിലായോ? There are noticeable regional difference in the density of population in India. According to 2011 census, Delhi has the highest population density, whereas Arunachal Pradesh has the lowest. അതായത് ഇന്ത്യയിലും ജനസാന്ദ്രതയിൽ എന്തുണ്ട്? വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ 2011 സെൻസസ് പ്രകാരം പിന്നെ ഡെൻസിറ്റിയിൽ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ഡൽഹിയും അതുപോലെ തന്നെ അരുണാചൽ പ്രദേശാണ് ഏറ്റവും പിന്നിൽ നിൽക്കുന്നത്. ഓക്കെ, വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസിറ്റി പോപ്പുലേറ്റഡ് ഏരിയാസ്? അതായത് പിന്നെ കൂടുതൽ ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിൽ എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുക? ഒന്ന് നോക്കുക, ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ്, തുറസായ സ്ഥലങ്ങളൊന്നും ഉണ്ടാവില്ല. ഓക്കെ. 2, പൊല്യൂഷൻ, മലിനീകരണം ഉണ്ടാവും. ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ്, ജലസംഭരണക്കുറവുണ്ടാവും. ദെൻ ക്രൗഡിങ്, ആൾക്കൂട്ടവും കൂടുതലായിരിക്കും അല്ലേ? യെസ്. Why do some Indian states have a higher population growth and some have lower? അതായത് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നും മറ്റ് ചില സംസ്ഥാനങ്ങളിൽ കുറവായിട്ട് താഴ്ന്നു നിൽക്കുന്നതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാമാണെന്ന് ചോദിച്ചിട്ടില്ലേ? നോക്കുക, ക്ലൈമറ്റ്, കാലാവസ്ഥ, നെക്സ്റ്റ് ടോപ്പോഗ്രഫി, ഭൂപ്രകൃതി, നെക്സ്റ്റ് അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ജലലഭ്യത, ദെൻ ടൈപ്പ് ഓഫ് സോയിൽ, മണ്ണിനങ്ങൾ തുടങ്ങിയവയാണ്. ഓക്കെ. നെക്സ്റ്റ് മെയിൽ ഫീമെയിൽ റേഷ്യോ ആൻഡ് ചൈൽഡ് സെക്സ് റേഷ്യോ, സ്ത്രീ പുരുഷാനുപാതവും ശിശുലിംഗാനുപാതവും. ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻഫ്ലുവൻസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ്. അതായത് സ്ത്രീ പുരുഷാനുപാതം അവിടുത്തെ ജനസംഖ്യയുടെ വളർച്ചാ നിരക്കിനെയും അതായത് പോപ്പുലേഷൻ ഗ്രോത്തിനെയും അതിൻ്റെ കോൺസിക്വൻസ് അതിൻ്റെ ഫലത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്ന് പറയുന്നു. ദെൻ ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ പോപ്പുലേഷൻ അഫക്ട്സ് ബർത്ത് റേറ്റ്, ഡെത്ത് റേറ്റ് ആൻഡ് മൈഗ്രേഷൻ എക്സെട്ര. അതായത് പിന്നെ സ്ത്രീ പുരുഷാനുപാതം, ഒരു ജനസംഖ്യയുടെ സ്ത്രീ പുരുഷാനുപാതം, ജനനനിരക്ക്, മരണനിരക്ക്, കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നു. ഓക്കെ. സെക്സ് റേഷ്യോ is the number of females per 1000 males in a particular area during a specific period of time. അതായത് ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ടെന്ന് കണക്കാക്കുന്നതിനാണ് നമ്മളെന്ത് പറയുക? സ്ത്രീ പുരുഷാനുപാതം അഥവാ സെക്സ് റേഷ്യോ എന്ന് പറയാം. ഓക്കെ, ഒന്നുകൂടി നോക്കുക. സെക്സ് റേഷ്യോ ഇസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് എ പെർട്ടിക്കുലർ ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം. ഒരു നിശ്ചിത കാലയളവിൽ ഒരു പെർട്ടിക്കുലർ ഏരിയ, ഒരു പ്രത്യേക പ്രദേശത്ത് 1000 പുരുഷന്മാർക്ക് ആനുപാതികമായിട്ട് എത്ര സ്ത്രീകളുണ്ടെന്ന് കണക്കാക്കുന്നതിന്. ഓക്കെ. നെക്സ്റ്റ്, ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഈസ് ഡിഫൈൻഡ് ആസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് 0 to 6. അതായത് 0 മുതൽ 6 വയസ്സിനുള്ളിൽ 1000 ആൺകുട്ടികൾക്ക് ആനുപാതികമായിട്ട് എത്ര പെൺകുട്ടികൾ ഉണ്ടെന്ന് കണക്കാക്കുന്നതിനാണ് എന്ത് പറയുക? ചൈൽഡ് സെക്സ് റേഷ്യോ, ശിശുലിംഗാനുപാതം എന്ന് പറയാം. Male-female proportion has a crucial role in male-female balance. Male-female ratio is used to predict population growth and to estimate the population size in an area. അതായത് സ്ത്രീ പുരുഷാനുപാതം അവിടുത്തെ സ്ത്രീ പുരുഷ തുല്യതയിലെ സന്തുലിതാവസ്ഥയിൽ വലിയ പങ്കുണ്ട്. അതുപോലെ തന്നെ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച പ്രവചിക്കുന്നതിന് ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഈസ് യൂസ്ഡ് ടു പ്രെഡിക്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ്. അതായത് ജനസംഖ്യ വളർച്ച പ്രെഡിക്റ്റ് ചെയ്യുന്നതിന് പിന്നെ സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നു. അതുപോലെ തന്നെ ആൻഡ് എസ്റ്റിമേറ്റ് ദ പോപ്പുലേഷൻ സൈസ് ഇൻ ആൻ ഏരിയ, ജനസംഖ്യയുടെ വലുപ്പം കണക്കാക്കുന്നതിനും എന്തുപയോഗിക്കുന്നുണ്ട്? സ്ത്രീ പുരുഷാനുപാതം ഉപയോഗിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഭാഗത്ത് മനസ്സിലാക്കാനുള്ളത്. നമ്മൾ സാധാരണ പോലെ തന്നെ 2 കൂടുതൽ പാർട്ടായിട്ടാണ് നമ്മുടെ കൂടെ ക്ലാസ് അപ്ലോഡ് ചെയ്യാറ്. അതിന് ദൈർഘ്യം കൂടണ്ട എന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ നമ്മൾ സെക്കൻഡ് പാർട്ട് ഇവിടെ തീരാണ്. അപ്പോൾ തേർഡ് പാർട്ടോടുകൂടി നമ്മുടെ ക്ലാസ് കംപ്ലീറ്റ് ആവും. അതിനുശേഷം നമ്മൾ നോട്ട് കൂടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ക്ലാസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ പിന്നെ കമൻ്റായിട്ട് ഇടുക. ഓക്കെ. അതുപോലെ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് കാണാം. ബൈ.